ഒരുപാട് വൈറലായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ്. നല്ല ടേസ്റ്റാണ്, ഒരു വ്യത്യസ്ത ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഒരുപാട് ചേരുവകളൊന്നും തന്നെ വേണ്ട. അപ്പോൾ ആദ്യം തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനെന്താ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് പിഴിഞ്ഞിട്ട് അതിലുള്ള ഒരു ചണ്ടിയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രം എടുത്തിട്ട് ആ ഒരു പുളിവെള്ളം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതാ ഇതിലേക്കൊരു 3-4 ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു അല്പം ഉപ്പും പിന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് ഞാനൊരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം എരിവുണ്ടാവില്ല, എന്നാൽ കളറും കിട്ടും. ഇനി ഇതാ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചാറടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിതാ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് വേണ്ടത് കൊള്ളി ചിപ്സാണ് കേട്ടോ. അതായത് നമ്മൾ പൂളപ്പൊരി എന്നാണ് ഇവിടെ പറയാറുള്ളത്. കപ്പ ചിപ്സ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിപ്സാണ്. അപ്പോൾ അത് ഒരു കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു ഉണ്ടാക്കിയ അതിൻ്റെ അനുസരിച്ചിട്ട് ആ ഒരു മസാലയ്ക്ക് അനുസരിച്ചിട്ടുള്ള കൊള്ളി ചിപ്സ് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ അതിന് പാകത്തിൽ എടുത്തിട്ടുള്ളൂ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച്. ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കണ്ടെയ്നർ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു മസാലയ്ക്ക് എല്ലാ ഭാഗത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കാസർഗോഡ് സ്പെഷ്യൽ കൊള്ളിക്കച്ച് റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു മസാലയ്ക്ക് തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മൾ പാനിപ്പൂരിയിലേക്കൊക്കെ കുറച്ചൊരു മധുരവും പുളിയും എരിവൊക്കെ ഉള്ളൊരു പാനി ഉണ്ടാവില്ല, ഏകദേശം അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റായിട്ട് വരും. അപ്പോൾ അത് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്